നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആദ്യം ഒരു സന്തോഷകരമായ കാര്യം പറയാം. വിവിധ ഭാഷകളിലെ സിനിമകളുടെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തുന്ന ഓർമാക്സ് ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയുണ്ട് ഇന്ത്യയിൽ, ഒരു ഫാമുണ്ട് ഇന്ത്യയിൽ. അവരുടെ റിപ്പോർട്ട് പ്രകാരം 2024 മലയാള സിനിമ വിപണി വിഹിതം ഇരട്ടിയായി വർദ്ധിച്ചു. 2023 5% 2024 10%, 100 ഇരട്ടി വിജയമായി. 2024 മിന്നുന്ന പ്രകടനമാണ് മലയാള സിനിമ നടത്തിയത്. സൂപ്പർ താര പദവിയിലെത്തിയ ഇന്ത്യയിലെ ഏക ഭാഷയും 2024 മലയാളമാണ്. 1000 കോടി ഗ്രോസ് കളക്ഷൻ എന്ന സുവർണ നേട്ടത്തിലെത്തി മലയാള സിനിമ. മലയാളത്തിൽ 26 സിനിമകൾ 100 കോടി നേട്ടം പിന്നിട്ടു. 2023 വന്ന സിനിമകളുടെ ഇരട്ടിയാണ് ഈ കളക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദി, തമിഴ്, കന്നഡ മുതലായ ഭാഷകൾ ഇടിവ് നേരിട്ടപ്പോഴാണ് മലയാളം മിന്നിയത്. 2023 572 കോടിയായിരുന്നത് 2024 1165 കോടിയിലെത്തി മലയാള സിനിമ. മലയാള സിനിമ കാണുന്ന പ്രേക്ഷകർ 6.7 നിന്ന് 12.6 2024. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, പ്രേമലു മുതലായ സിനിമകൾ ഇതര സംസ്ഥാനങ്ങളിലും ഹിറ്റായതാണ് പ്രേക്ഷകരുടെ എണ്ണം ഇരട്ടിയാക്കിയത്. ഇന്ത്യയിൽ ഗ്രോസ് കളക്ഷൻ കൂടുതൽ നേടിയ 15 സിനിമകളിൽ 170 കോടി രൂപ കളക്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് 14ാം സ്ഥാനത്തുണ്ട്. പുഷ്പ 2 ആണ് 1ാം സ്ഥാനത്തെത്തിയത്. അതിൻ്റെ കളക്ഷൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. 1403 കോടി രൂപയാണ് പുഷ്പ 2 കളക്ട് ചെയ്തത്. മഞ്ഞുമൽ ബോയ്സ് 170 കോടി. എന്താ പറയുക, ഹിന്ദി സിനിമ അടക്കി വാണിരുന്നാണല്ലോ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹിന്ദി സിനിമ നിലം പൊത്തി വീണു. 5380 കോടിയിൽ നിന്ന് 4679 കോടിയിലേക്കാണ് 2024 ഹിന്ദി സിനിമ തലകുത്തി വീണത്. ഹിന്ദി സിനിമകളുടെ വരുമാനത്തിൻ്റെ 31%, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഹിന്ദി സിനിമയുടെ വരുമാനത്തിൻ്റെ 31% നമ്മുടെ തെന്നിന്ത്യൻ ഭാഷകളിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം 4 ഭാഷകളിൽ നിന്ന് ഡബ്ബ് ചെയ്ത സിനിമകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമയുടെ അവസ്ഥ അലച്ചു നോക്കൂ. 31% ദക്ഷിണേന്ത്യയാണ് കൊണ്ടുപോയത്. ഇതൊക്കെ പറയുമ്പോഴും 2024 മലയാള സിനിമയുടെ മൊത്തം നഷ്ടം എത്ര എന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കും പ്രകാരം 700 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം മലയാള സിനിമയ്ക്ക് നഷ്ടമായത്. എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ സിനിമകൾ നമ്മളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും മഞ്ഞുമൽ ബോയ്സ് പോലുള്ള, പ്രേമലു പോലുള്ള, ആവേശം പോലുള്ള സിനിമകൾ ഒരു പാൻ ഇന്ത്യൻ സിനിമാ തലത്തിലേക്ക് വളരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് എന്താ പറയുക, അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. നമസ്കാരം. എന്നെ ഒരു 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 അപരിചിതനായ ഒരാൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, സാർ, എൻ്റെ പേര് വേണുസ്വാമി. വേണുസ്വാമി എന്ന് കേട്ടപ്പോൾ തന്നെ സന്യാസിയാണെന്ന് മനസ്സിലായി. കുറച്ച് ദിവസം മുമ്പാണ് എന്നെ വിളിച്ചത്. ഞാൻ വേണുസ്വാമി. എന്നെ പറഞ്ഞാൽ സാറിന് മനസ്സിലാവും, ഞാൻ കീഴൂട്ട് കുടുംബാംഗമാണ്. കീഴൂട്ട് രാമൻപിള്ള മകൻ, ആർ ബാലകൃഷ്ണപിള്ള മകൻ ഗണേഷ് കുമാർ. കീഴൂട്ട് എന്ന് പറഞ്ഞാൽ കീഴൂട്ട് രാമൻപിള്ള എല്ലാവർക്കും അറിയാമല്ലോ. നായർ പിടിച്ച പുലിവാല് എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണാതിരിക്കാൻ സ്വന്തം പൈസ മുടക്കി ഒരു രാത്രി കൊണ്ട് നായർ പിടിച്ച പുലിവാലിൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടിച്ച പോസ്റ്ററുകൾ കീറിക്കളഞ്ഞ മനുഷ്യനാണ്. ആളെ വെച്ച് കീറിക്കളഞ്ഞു. അത്രയും സമ്പന്നനായ മനുഷ്യനായിരുന്നു കീഴൂട്ട് രാമൻപിള്ള. ആ കുടുംബാംഗമാണ് വേണുസ്വാമി. ശരിക്കു പറഞ്ഞാൽ ഗണേശൻ്റെ അളിയൻ, നമ്മളെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ അളിയൻ, അതായത് ബാലകൃഷ്ണ സാറിൻ്റെ സഹോദരിയുടെ മകനാണ്. നല്ല വാചാലമായി സംസാരിക്കുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു എല്ലാം ത്യജിച്ച് സന്യാസിയായി ജീവിക്കുന്ന, വിവാഹമൊന്നും കഴിക്കാതെ സന്യാസിയായി ജീവിക്കുന്ന ആളാണെങ്കിലും ഞാൻ ഈ ഓൺലൈൻ ചാനലുകൾ കാണാറുണ്ട്. അതിൽ താങ്കൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം വരും വരായികൾ ആലോചിക്കാതെ താങ്കൾ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയും വ്യക്തമായും കാഴ്ചപ്പാടുള്ള, പറയാൻ അറിയാവുന്ന ഒരാളാണ് ഈ വേണുസ്വാമി. കീഴൂട്ട് രാമൻപിള്ളയ്ക്ക്
7 പെൺമക്കളും ഒരു ആൺതരിയുമാണ് ഉള്ളത്. ആ ആൺതരിയാണ് ആർ ബാലകൃഷ്ണപിള്ള സാർ. പെൺമക്കളിൽ 7 പേരിൽ ഏറ്റവും ഇളയാളിൻ്റെ മകനാണ് ഈ വേണുസ്വാമി. ഞാനോ അച്ഛനോ ഒന്നും ഒരിക്കലും അമ്മാവൻ ആർ ബാലകൃഷ്ണപിള്ളയെ ബുദ്ധിമുട്ടിച്ചിട്ടേയില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി ഓഹരി ചോദിച്ച് പിണങ്ങുമായിരുന്നു. ഗണേശൻ്റെ അമ്മയ്ക്ക് വേണുസ്വാമിയെ ഇഷ്ടമായിരുന്നു. വേണുസ്വാമി പറഞ്ഞത് അവർ മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും എനിക്ക് അമ്മായി ആഹാരം വിളമ്പി തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, വലിയ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഒരു കറിവേപ്പില വളർന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഞാൻ ശുഷ്കിച്ചു പോയി. കാരണം വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാം ശുഷ്കിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. യൂട്യൂബ് ചാനലുകളിൽ സാജസ് കറിയുടെ മറുനാടൻ ചാനലും താങ്കളുടെ ലൈസ് ക്യാമറ ആക്ഷനുമാണ് ഞാൻ സ്ഥിരമായി കാണാറ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പ്രോത്സാഹിപ്പിക്കാൻ, വളർത്താൻ ആരുമില്ലാഞ്ഞിട്ടും സ്വന്തം മനധൈര്യത്തിൽ വമ്പന്മാരെ വെല്ലുവിളിക്കുന്നതിലാണ് എന്നെ ഇഷ്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈശ്വര വിശ്വാസിയല്ലാത്ത താങ്കൾ പി മുകുന്ദൻ എന്ന് പറഞ്ഞ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ RSS പ്രവർത്തകനെ കാല് തൊട്ട് നമസ്കരിക്കുമെന്ന് അദ്ദേഹം മരിച്ചപ്പോൾ താങ്കൾ പറയുന്ന കേട്ടപ്പോൾ താങ്കളോട് വലിയ ബഹുമാനം തോന്നി, എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്തേട്ടന് ഞാനോട്ട് നല്ല അങ്ങനത്തെ ഒരു ആത്മബന്ധമായിരുന്നു മൂന്തേട്ടനായിട്ട്. അത് രാഷ്ട്രീയമോ വർഗീയമോ ഒന്നുമല്ല, ഒരു നല്ല ബന്ധമായിരുന്നു. ഇത്രയും പെട്ടെന്ന് മൂന്തേട്ടൻ പോകുമെന്ന് വിചാരിച്ച ആളല്ല ഞാൻ. വാളകത്ത് കീഴൂട്ട് കുടുംബത്തിൽ ഒരു കുടുംബയോഗം ഈ വരുന്ന ഡിസംബർ 29 നടത്തുന്നു എന്ന് പറയാനാണ് അദ്ദേഹം വിളിച്ചത്. ഈ കഴിഞ്ഞ ഡിസംബർ 29 നടത്തുന്നു എന്ന് പറയാനാണ് അദ്ദേഹം വിളിച്ചത്. അപ്പൂപ്പൻ കീഴൂട്ട് രാമപിള്ള ധനികനും പിശുക്കനുമായിരുന്നു. എന്നാൽ അമ്മുമ്മ ആഹാരത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുന്നതിൻ്റെയും കാഴ്ചകൾ, അവർ അങ്ങനത്തെ വലിയ മനസ്സുള്ള ആളായിരുന്നു അമ്മുമ്മ. വേണുസ്വാമി പറയുന്നത്, ഞാൻ അത് കണ്ടാണ് സാർ വളർന്നത്. മന്നത്ത് പത്മനാഭനും പട്ടം താണുപിള്ളയും ആർ ശങ്കറും സി കേശവനും PT ചാക്കോയും കുമ്പളത്ത് ശങ്കുപിള്ളയും അടക്കമുള്ള മഹാത്മാക്കൾക്ക് എല്ലാം കീഴൂട്ട് കുടുംബത്തിൽ വരുമ്പോൾ അമ്മുമ്മ സൽക്കരിക്കുമായിരുന്നു. ധാർമ്മിക ബോധമുള്ള അമ്മുമ്മയായിരുന്നു അവർ. ദിനേശ് സാർ, ഞാനിപ്പോൾ വിളിച്ചത് ആദ്യമായി ഞങ്ങളുടെ കീഴൂട്ട് കുടുംബത്തിലൊരു കുടുംബയോഗം നടക്കുകയാണ്. അമ്മാവൻ്റെ മൂത്ത മകൾ, അതായത് ബാലകൃഷ്ണ സാറിൻ്റെ മൂത്ത മകൾ ഉഷയും അനുജൻ ഗണേശനുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണ്ടല്ലോ. അരമന രഹസ്യം അങ്ങാടി പാട്ടാണല്ലോ. ഗണേശൻ കരുതുന്നത് ഞാൻ ഉഷയുടെ ആളാണെന്ന്. ആ ഗർവവും മനസ്സിലുണ്ട് അവൻ എന്നെ കാണുമ്പോൾ. ഞാനിന്ന് ഗണേശൻ്റെ PA മനോജിനെ വിളിച്ച്, ഡേയ് യോഗത്തിന് ഉഷയെ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഗണേശനെ പേടിച്ച അവളെ വിളിക്കാത്തത്. മഹാപാവമാണ് സാർ അങ്ങനെ ചെയ്യുന്നത്. അവിടെ ഒരു വഴക്കും ഉണ്ടാവില്ല. ഞാനടക്കം അവിടെ ഉണ്ടല്ലോ. അപ്പൂപ്പൻ്റെ മടിയിലിരുന്ന് കളിച്ച് അവളെ മാത്രം വിളിക്കാതിരിക്കുന്നത് ശരിയാണോ സാർ? ഗണേശൻ വരണം, ഗണേശൻ വളരണം. ദിനേശ് സാറേ, ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതാണ് ഗണേശന് മന്ത്രിപദം. ഗണേശൻ നശിക്കണമെന്ന് ഒരിക്കലും ഞാനോ ഈ വലിയ കുടുംബത്തിലെ കീഴൂട്ട് കുടുംബത്തിലെ ഒരാളും ചിന്തിക്കില്ല സാർ. ഞാൻ അവനെ കണ്ടാൽ എന്നെക്കാൾ ഇളയതാണെങ്കിലും നമസ്കരിക്കുന്ന ആളാണ് സാർ ഞാൻ. അവൻ നിൽക്കുന്നിടത്ത് നാരങ്ങാ വെള്ളം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ആളാണ് സാർ ഞാൻ. പൗരുഷമുള്ള അമ്മാവൻ്റെ പൗരുഷത്തോടെ വളർത്തിയെടുത്ത ചെറുക്കനാ സാറേ അവൻ. ഞാൻ എങ്ങനെയേ അവനോട് പെരുമാറിയിട്ടുള്ളൂ, അങ്ങനെ പെരുമാറും. സാറ് ചോദിക്കണം അവനോട്. സ്നേഹത്തോടെ എൻ്റെ അപ്പൂപ്പനെയും അമ്മുമ്മയെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ കീഴൂട്ട് കുടുംബം നടത്തുന്ന കുടുംബയോഗത്തിൽ ഉഷയെ കൂടി വിളിക്കാൻ സാർ അവനോട് പറയണം. സ്നേഹമായിട്ട് സാർ അവനോട് പറഞ്ഞാൽ അവൻ കേൾക്കും. ഗണേശൻ കേൾക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞാൽ എന്നെ വേദനിപ്പിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹമായിട്ട് സാർ അവനോട് പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോണിലൂടെ തേങ്ങി കരഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്. എനിക്കത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഞാൻ പറയാൻ കേട്ടോ കരയുണ്ടായെന്ന് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഉഷ ചേച്ചിയെ ബിന്ദു വിളിച്ചാൽ വരുമോ എന്ന് ഞാൻ ചോദിച്ചു. വരുമായിരിക്കും, എന്നാൽ
പക്ഷേ അവൻ വരില്ല സാറേ. അതായത് ബിന്ദു വിളിച്ചാൽ, അനിയത്തി ബിന്ദു വിളിച്ചാൽ ഉഷ വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉഷ ചേച്ചിയെ ബിന്ദു വിളിച്ചാൽ വരുമോ? വരുമായിരിക്കും, എന്നാൽ പക്ഷേ അവൻ വരില്ല സാറേ. അതെങ്ങനെ വരും സ്വാമി എന്നായി ഞാൻ. മന്ത്രിസ്ഥാനം തട്ടിത്തെറിപ്പിച്ചയാളെ എങ്ങനെ സ്നേഹിക്കും സ്വാമി? പിണറായി വാളകത്തെ വീട്ടിൽ പിള്ള സാർ മരിച്ചവൻ വന്നല്ലോ. വന്നു സാറേ, വന്നു. സാറും വന്നല്ലോ. സാറിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു സാറേ. എനിക്ക് സാറിനെ അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റിയില്ല. എനിക്ക് ആളിനെ മനസ്സിലായി. പക്ഷേ അമ്മാവൻ മരിച്ച് കിടക്കുമ്പോൾ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ബാലകൃഷ്ണ സാറിൻ്റെ ചലനമറ്റ ശരീരം കണ്ടിട്ട് പോകാൻ നേരത്ത് ഗണേശൻ്റെ കയ്യെ പിടിച്ചിട്ട് എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് പിണറായി പോയത്. അത് വേണുസ്വാമിക്ക് അറിയാമോ? അറിയാം സാർ, അറിയാം. ഈ ആർത്തി മൂത്ത പെണ്ണുമ്പിള്ളയല്ലേ പരസ്യമായി പലതും പറയുമെന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം ഇടങ്കോലിട്ട് തെറിപ്പിച്ചത്. സ്വാമിക്ക് അതറിയില്ലേ എന്ന് ചോദിച്ചു. 70 വയസ്സായി ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ സ്നേഹപൂർവ്വം പറഞ്ഞാൽ അവൻ കേൾക്കും സാർ. എൻ്റെ ഒരു ആഗ്രഹമാണ് സാർ. അവളെ വിളിച്ചില്ലെങ്കിൽ അതും വാർത്തയാകും സാർ. അവരെ വിളിക്കണമെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞിട്ടോ സ്വാമി എന്നായി ഞാൻ. പറയൂ എന്ന് പറഞ്ഞു. മന്ത്രി ആയതിനാലേ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയല്ലേ, ശമ്പളം കൊടുക്കാനൊന്നും നിർത്തിയില്ല. ട്രേഡ് യൂണിയൻ സമരങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അയാൾക്കുള്ളതല്ലേ. അയാളെ വിളിക്കേണ്ടെന്നേ. അയാൾ നല്ല തിരക്കുള്ള ആളല്ലേ. ആ ഗണേശനെ ഒഴിവാക്കിയിട്ട് ഉഷ ചേച്ചിയെ വിളിക്കി. പ്രശ്നം ഭംഗിയായി പരിഹരിക്കാം. ഗണേശൻ പരാതി പറയില്ല. സാറേ, മന്ത്രിയായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരേ ഒരാളാണ്. അയാളില്ലാതെ എന്ത് കുടുംബയോഗം സാർ? അത് ചിന്തിക്കാൻ പറ്റില്ല. ഗണേശനില്ലാത്ത കളിയില്ല എന്നാണ് വേണുസ്വാമി പറയുന്നത്. കുടുംബത്തിനും അയാളോട് മോശമായി കുടുംബത്തിൽ ആരും അയാളോട് മോശമായി പെരുമാറിയിട്ടില്ല സാർ. ഞങ്ങൾക്ക് അഭിമാനമല്ലേ ഗണേശൻ. സാറൊന്ന് ഇടപെടണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു ദിവസം മുഴുവൻ സംസാരിച്ചാലും വേണുസ്വാമി ഒതുങ്ങില്ല. അപ്പം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഞാൻ ഗണേശനോട് പറഞ്ഞൊന്നുമില്ല. അതിനിടയിൽ എന്നെ ഗണേഷ് കുമാർ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞൊന്നുമില്ല. കാരണം അതൊക്കെ അവരുടെ കുടുംബ കാര്യങ്ങളല്ലേ. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന വിഷയത്തിനിടയിൽ ഞാൻ എന്തിന് വേണുസ്വാമി വിളിച്ചു എന്ന് പറയണം? എന്നെ ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഇന്നലെ എന്നെ വീണ്ടും വിളിച്ചു. സാറേ, കുടുംബയോഗം നടന്നു സാറേ. ഉഷ മാത്രം ഇല്ലായിരുന്നു. മന്ത്രി വന്നു. മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ആദ്യം എൻ്റെ അടുത്താണ് സാറേ വന്നത്. വളരെ അഭിമാനത്തോടെ പറയുക, എൻ്റെ അടുത്താണ് സാറേ വന്നത്. അന്ന് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് എല്ലാ കുടുംബാംഗങ്ങളോടും നന്നായിട്ട് പെരുമാറി. നല്ലൊരു യോഗമായിരുന്നു സാറേ. 600 പേരുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോകുന്നത്. കീഴൂട്ട് രാമൻപിള്ളയുടെ കുടുംബത്തിൽ 600 അംഗങ്ങളുണ്ട് ഈ വർത്തമാന കാലത്ത്. അവർ 600ഓളം പേര് പങ്കെടുത്തു സാർ. പിന്നെ ജാതിയും മതവും ഒന്നും നോക്കാതെ ബന്ധുത്വമൊന്നും ഇല്ലാത്ത കുറേ പേരും പങ്കെടുത്തു സാർ. അത് ഈ ഞങ്ങളോട് ഉള്ള ബന്ധങ്ങൾ വെച്ചിട്ട്, മന്ത്രിയോടൊക്കെ ഉള്ള ബന്ധങ്ങൾ വെച്ചിട്ടും കുറച്ച് പേര് വന്നു. ഞങ്ങൾ നിലമേലൊരു കല്യാണ മണ്ഡപം എടുത്താണ് സാർ, ഓഡിറ്റോറിയം എടുത്താണ് ഞങ്ങൾ ഈ കുടുംബയോഗം നടത്തിയത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു സാർ. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഞാൻ വിജയ ആശംസകൾ നേരുന്നു. എന്തായാലും കുടുംബയോഗം ഭംഗിയായിട്ട് നടന്നല്ലോ എന്ന് പറഞ്ഞ്, എന്നിട്ട് ഞാൻ അവസാനം വയ്ക്കുന്നതിന് മുമ്പ് ചോദിച്ചു, വേണുസ്വാമി, ഇന്ന് ടി വിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, കണ്ടോ? കണ്ടു സാർ. എന്താണ്? അല്ല, പാലഷുള്ള അമ്മാവൻ്റെ ബിൽപത്രം വ്യാജ ഒപ്പിട്ടാണ് ഗണേശനെല്ലാം അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞത് തെളിവ് സഹിതം തള്ളി. അറിഞ്ഞു അല്ലേ? ആ, അറിഞ്ഞു സാർ. അപ്പോൾ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്വന്തം സഹോദരനെതിരെ വ്യാജ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയാണ് അയാൾ വ്യാജ ഒപ്പിട്ട് ബിൽപത്രം ഉണ്ടാക്കി അതിന് ഇളയ സഹോദരിയായ ബിന്ദു കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞ ഒരാളിനോട് എങ്ങനെയാണ് എൻ്റെ പൊന്നു വേണുസ്വാമി ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ച് സ്നേഹപൂർവ്വമാണ് വച്ചത്. ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി 2-3 ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തരൂ, ഞാനിതൊക്കെ ചിലപ്പോൾ ഞാനൊരു എപ്പിസോഡിൽ ഇതൊക്കെ പറയാൻ സാധ്യതയുണ്ട്, അയച്ചു തരാം സാറെന്ന് പറഞ്ഞു. പിന്നെ സ്വാമി ആലോചിച്ച് കാണും ഫോട്ടോ അയക്കേണ്ട. എന്തായാലും സ്വാമി ഫോട്ടോ അയച്ചു തന്നില്ല. അപ്പോൾ ഉഷ ചേച്ചി കൊടുത്ത ഗണേശനെതിരെ കൊടുത്ത പരാതി തള്ളി. ഈ വാർത്ത 24-ൽ ശ്രീകണ്ഠൻ നായർ രാവിലെ സുപ്രഭാതത്തിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീകണ്ഠൻ നായർ നമസ്കാരം പറഞ്ഞോടെ സംസ്ഥാന മന്ത്രിയാണ്, അയാളുടെ ഒരു ബഹുമാനം ആലോചിച്ചു. അയാൾ ശ്രീകണ്ഠൻ നായരെ വിളിക്കുന്നത് ശ്രീകണ്ഠൻ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ഗുഡ് മോർണിംഗ് ചേട്ടാ എന്നാണ് പറഞ്ഞത്. ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ചേട്ടാ. അധ്വാനിച്ച് ജീവിക്കുന്നതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഇന്നും ജീവിക്കുന്നത് ഞാൻ സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ അധ്വാനം കൊണ്ടാണ്. 19-ാം വയസ്സിൽ ഒരു സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചിട്ട് അതെല്ലാം വിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പോയ ആളാണ് ചേട്ടാ ഞാൻ.
അങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന സ്വത്തുക്കളൊന്നും എനിക്കില്ല. അതൊക്കെ മിടുക്കർ അടിച്ചു മാറ്റി ബാലകൃഷ്ണ സാറിനെ സുഖിപ്പിച്ച് അച്ഛനെന്നൊക്കെ പറഞ്ഞ് അടിച്ച്, അല്ലെങ്കിൽ ഇവൻ ശരിയല്ല കേട്ടാ അച്ഛാ, ഇവൻ എല്ലാം കൊണ്ടുവന്ന് കണ്ടവന് കൊടുത്ത് തീർക്കും, കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സുഖിപ്പിച്ച് എഴുതി വാങ്ങേണ്ടവരെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ശതകോടിയുടെ വകകൾ എഴുതി വാങ്ങിയിട്ടാണ് ഈ ഗണേശനെതിരെ നീങ്ങുന്നത്. അങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന സ്വത്തുക്കളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നത് ഈ വഴുതക്കാട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, 3 നില കെട്ടിടം. അതിൽ ഒരു 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 3 കെട്ടിടത്തിൽ 3 മക്കൾക്കുമായിട്ട്, 2 പെൺമക്കൾക്കും ഗണേശനുമായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. ഞാൻ കുറ്റപത്രമൊക്കെ ചെയ്യുന്ന കാലത്ത് ഗണേശൻ അതിൽ നിന്ന് 33,000 രൂപ വാടക കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊരു 10 ലക്ഷം രൂപയെങ്കിലും വാടക കിട്ടുമായിരിക്കും. അത് ഗണേശന് കിട്ടുന്ന വസ്തുവാണ്. പിന്നെ ഈ ആളിൻ്റെ റെഡിയിലേക്ക് പോകുന്ന DPയിലേക്ക് പോകുന്ന വഴുതക്കാട് റോഡിൽ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് എത്ര കെട്ടിടങ്ങൾ, അത് ആർക്കൊക്കെയാണ്? അതൊക്കെ കിട്ടിയിട്ടും പോരാ എന്നാണ് ചേച്ചി പറയുന്നത്. അതാണ് രസം. വരുമാനം ഉള്ളതൊക്കെ ഈ കേസ് കൊടുത്ത ആളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഗണേശൻ തന്നെ പറയുകയാണ്. അതിനും എനിക്ക് എതിരഭിപ്രായമില്ല. ഗണേശൻ അതിലൊന്നും അച്ഛൻ എന്നാലും ഇങ്ങനെ എഴുതി വെച്ചല്ലോ, അച്ഛനെ വെല്ലുവിളിച്ച മകനല്ലേ. അച്ഛനേക്കാൾ നല്ല മന്ത്രിയായപ്പോൾ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് എപ്പോഴോ ബാലകൃഷ്ണ സാറിന് വർക്കൗട്ടായി. കേരള കോൺഗ്രസ് ബിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്നുവരെ അദ്ദേഹം പറഞ്ഞതല്ലേ. ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിയെ മാറ്റണം എന്നുവരെ പറഞ്ഞതല്ലേ. ഒരച്ഛൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ ആളാണ് പിള്ള സാർ. കാരണം അദ്ദേഹം അങ്ങനെയാണെന്നേ ജനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നായർ പിടിച്ച പുരുവാല് എന്ന് ഒരു സിനിമയ്ക്ക് പേരിട്ടാൽ നായരായ മേനോനായ P. ഭാസ്കരൻ സംവിധാനം ചെയ്താൽ ശരി, ആ സിനിമ കേരളത്തിൽ ഒരിടത്തും ഓടണ്ട എന്ന് പറഞ്ഞ് ജോലിക്കാരെ വെച്ച് കേരളത്തിലെ മുഴുവൻ പോസ്റ്റർ കീറിക്കളഞ്ഞ കീഴീട്ട് രാമൻപിള്ളയുടെ മകനാണ് R. ബാലകൃഷ്ണ സാർ. അങ്ങേര് ഒരുമാതിരിപ്പെട്ട വാശിക്കൊന്നും വഴങ്ങിയില്ല. അങ്ങേരുടെ ബീജത്തിൽ വളർന്ന ഗണേശൻ പിന്നെ വകവയ്ക്കുമോ? ഗണേശനും വഴങ്ങൂല. അങ്ങനെ മകൻ്റെ മന്ത്രിസ്ഥാനം വരെ തെറിപ്പിക്കാൻ നോക്കിയ വലിയ മനുഷ്യനാണ് ബാലകൃഷ്ണ സാർ. അപ്പോൾ എന്തൊക്കെ അച്ഛൻ എഴുതി കൊടുത്താലും, അത് 2 സഹോദരിമാർക്ക് കൊടുത്താലും എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല എന്നാണ് ഗണേശൻ പറയുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് സത്യം തെളിഞ്ഞതിൽ. ഞാനൊരു സത്യവിശ്വാസിയാണ് ചേട്ടാ. ദൈവത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ പിതാവിൻ്റെ വ്യാജ ഒപ്പിട്ട് ഞാൻ വ്യാജ വിൽപ്പത്രം ഉണ്ടാക്കിയെന്നായിരുന്നല്ലോ പരാതി. ഞാൻ അങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന ആളല്ല ചേട്ടാ. ഒരു ആർജവമുള്ള ഒരു ചെറുപ്പക്കാരനെ അത് പറയാൻ കഴിയൂ. ഞാനങ്ങനെ വ്യാജ ഒപ്പിട്ട് ഈ പൈസയുടെ ആർത്തിയിൽ ജീവിക്കുന്ന ഒരുത്തനല്ല ചേട്ടാ എന്നാണ് എൻ്റെ അർത്ഥം. എന്നെ അടുത്ത് അറിയുന്നവർക്കറിയാം. എന്ത് ലാഭമുണ്ടെന്ന് പറഞ്ഞാലും, എന്ത് സ്ഥാനമാനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുന്ന ആളല്ല എന്ന് എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്കറിയാം. എന്നെ അറിയുന്ന പരിചയത്തിലുള്ള എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് ഇതൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം സത്യം തെളിഞ്ഞല്ലോ. നമ്മൾ ചെയ്യാത്തൊരു കുറ്റം എൻ്റെ പേരിൽ ആരോപിച്ച് ശിക്ഷിക്കുകയും ചെയ്തു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഗണേശൻ ചിരിച്ചോണ്ടാ പറഞ്ഞത്. ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഈ 2ാം പിണറായി സർക്കാരിൽ ബാലകൃഷ്ണ സാറിൻ്റെ മൃതശരീരം കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഗണേശൻ്റെ കയ്യെ പിടിച്ചിട്ടാണ് സഖാവ് പിണറായി പറഞ്ഞത് എന്നോടൊപ്പം ഉണ്ടാവണമെന്ന്. അടുത്ത 5 വർഷം അയാളായിരുന്നു തന്നെ മന്ത്രി. പക്ഷേ അയാൾക്ക് മന്ത്രിയാവുമെന്ന് കണ്ടപ്പോൾ അയാളുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുറത്തുവിടും. വാട്ടർ ഗേറ്റ് ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് രഹസ്യങ്ങൾ, ഞാനതെല്ലാം പുറത്തുവിടും. അയാൾക്ക് വേറൊരു സ്ത്രീയിലൊരു കുട്ടിയുണ്ട്, ആ വാർത്ത ഞാൻ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞു. ഒരു അനുജൻ എന്നുള്ള ബോധം പോട്ടെ, ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാവുന്ന എല്ലാം പറഞ്ഞല്ലേ ആ മന്ത്രിസ്ഥാനം തട്ടി തെറിപ്പിച്ചത്. അങ്ങനെയല്ലേ 2.5 വർഷം പോയി കിട്ടിയേ. അപ്പോൾ ഗണേശൻ പറയുന്നത് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റം അതിൻ്റെ പേരിൽ ആരോപിച്ച് എന്നെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ. കാരണം മന്ത്രിസ്ഥാനം തട്ടി തെറിപ്പിച്ച് കളഞ്ഞില്ലേ. സാധാരണ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമേ ഉള്ളൂ. ഇത് ആരോപിക്കുക മാത്രമല്ല, ശിക്ഷിക്കുകയും ചെയ്തു. ഇതുപോലെ പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുമ്പോൾ സത്യങ്ങൾ പുറത്തു വരും. ഇതാണ് ശ്രീകണ്ഠൻ നായരോട് ഗണേശൻ പറഞ്ഞത്. നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ നമുക്കെതിരെ ചില ആളുകൾ ഉന്നയിക്കുകയും അത് ശരിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ജനങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒരാളെക്കുറിച്ച് ഞാൻ ആരാണെന്ന് എന്നെ അടുത്തറിയുന്നവർക്കറിയാം. അപ്പോൾ തീർച്ചയായും ഇത് സന്തോഷമുള്ള കാര്യമാണ്. സത്യം ആദ്യം മറഞ്ഞിരിക്കും, പിന്നെ അത് പുറത്തു വരും. ഒരുപാട് ആക്ഷേപം കേട്ടു ഞാൻ, ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു. ഒരുപാട് ആക്ഷേപങ്ങൾ. നമ്മളുടെ ഒരു പ്രശ്നം, മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറിച്ച് ഒരു ഇഷ്യൂ എടുത്തിട്ട് കൊടുത്താൽ മതി, പിന്നെ മുൻപിന്നെ ആലോചിക്കില്ല, അതെടുത്തിട്ട് അങ്ങ് അലക്കും.
അലക്കി അവനെ ആണിയടിക്കും. ഇപ്പം ഗണേശനെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇപ്പം യാമിനിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം പിരിഞ്ഞപ്പോൾ പോലും പെണ്ണുപിടിയൻ, മറ്റവൻ, മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ചുറുചുറുക്കുള്ളൊരു മന്ത്രിയായിരുന്നു എന്നോ, സത്യസന്ധനായ ഒരു മന്ത്രിയായിരുന്നു എന്നോ, എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നുള്ള ഒരു കൺസെഷനും കൊടുത്തില്ല. കൊത്തിപ്പറിച്ചു ഗണേശൻ. സത്യം പറഞ്ഞാൽ അയാളായതുകൊണ്ടാണ് പിടിച്ചു നിന്നതെന്ന് ഞാൻ പറയും. അപ്പോഴും അയാൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പറയുന്നവർ പറയട്ടെ എന്ന്. അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിച്ച് പുറത്ത് വിടുമ്പോൾ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇതിൻ്റെ താഴെയും വന്ന് ചില എംബോക്കുകൾ എഴുതും. നമ്മുടെ ചാനലിൽ ഞാൻ 100 വട്ടം പറഞ്ഞതാണല്ലോ, എടാ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ അല്ലെങ്കിൽ ശാന്തിയുള്ള ദിനേശ് ഒരു ബോറാണെന്ന് തോന്നിയാൽ നല്ല തന്തയ്ക്ക് പറഞ്ഞവന്മാരാണെങ്കിൽ ഈ ചാനൽ കാണരുത്. ഇത് ബുധനാഴ്ചയും ഞായറാഴ്ചയും കാത്തിരിക്കും ദിനേശ് എന്ത് പറയുന്നു അതിൻ്റെ താഴെ വന്ന് തെറി എഴുതാനായിട്ട്. ഇപ്പോൾ ഇതിലും ഗണേശനെ പറ്റി, ഗണേശനെ വെളുപ്പിച്ചു, അല്ലെങ്കിൽ ഗണേശൻ മന്ത്രി ആയതുകൊണ്ട് 1 കോടി രൂപ എനിക്ക് തന്നുകൊണ്ടാണ് ആനയാണ് പൂനയാണെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതി വിടും, നോക്കിയുള്ളൂ. ഞാനും വകവയ്ക്കില്ല, ഗണേശനും വകവയ്ക്കില്ല. ഞാൻ ചങ്കുറ്റത്തോടെ പറയാം, ഞാൻ വകവയ്ക്കാറില്ല. കാരണം എവൻ്റെ ഒന്നും ഒരു കമൻറ്റും എന്നെ ബാധിക്കാറില്ല. ഇവിടെ 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ദിലീപിന് വേണ്ടി സംസാരിക്കാൻ ചാനലിൽ വന്നിരിക്കുന്നതെന്ന് എൻ്റെ സുഹൃത്തായ പല്ലിശ്ശേരി പറഞ്ഞിട്ട് ഞാൻ തളർന്നില്ല. 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് തരാൻ ചേട്ടാ, നിങ്ങൾ പപ്പടമൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയല്ലേ, വാടക വീട്ടിലെ താമസമല്ലേ, ജീവിതം ദുസ്സഹമല്ലേ, ഒരു സീരിയലോ സിനിമയോ ചെയ്യുമ്പോൾ അത് തവണ വ്യവസ്ഥയിൽ തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് മരിച്ച ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് 10 ലക്ഷമല്ല 10 പൈസ ദിനേശ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല, എനിക്കൊന്നും ഗണേശനും പ്രശ്നമില്ല. കാരണം അയാളും ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ആർജവമുള്ള ഒരു നല്ല തന്തയ്ക്ക് പറഞ്ഞതല്ലേ. അതുകൊണ്ട് തെറി പറയുന്നവന്മാർ പറയട്ടെ. അതാണല്ലോ ഗണേശനും വെച്ചത്. സത്യം ആദ്യം മറഞ്ഞിരിക്കും, പിന്നെ അത് പുറത്തു വരും. ഒരുപാട് ആക്ഷേപം ഞാൻ കേട്ടു, ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു. ഇതെല്ലാം ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ചെയ്ത കുറ്റം പുറത്തു വന്നാലല്ലേ നമുക്ക് പ്രയാസം തോന്നും, അയ്യോ അറിഞ്ഞ എന്ന്. ഇത് ചെയ്യാത്ത കുറ്റത്തിനല്ലേ തെറി വിളിച്ചതെന്നാണ് ഗണേശൻ പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ 2 വർഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ച അവസ്ഥയിൽ പരിചരിച്ചു, കൂടെ ഇരിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമേ എനിക്കുള്ളൂ. ഒരാരോപണം ഉന്നയിക്കുകയും ചെയ്തു, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിലെല്ലാമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മന്ത്രിസ്ഥാനം തട്ടിത്തെറിപ്പിച്ചത്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം എനിക്ക് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. ഒരു മന്ത്രിയായിരിക്കുന്ന ആൾ വ്യാജരേഖ ചമച്ചു എന്നൊക്കെ പറയുക, അതും പണത്തിനും സ്വത്തിനും വേണ്ടി എന്ന് പറയുമ്പോൾ ചില ക്ഷുദ്രജീവികൾ അതിൻ്റെ കൂടെ നിന്നിരിക്കാം. രാഷ്ട്രീയത്തിൽ കൊള്ളാവുന്ന ആരും നിൽക്കില്ല. ക്ഷുദ്രജീവികൾ ചിലരുണ്ട് രാഷ്ട്രീയത്തിൽ. അവരിത് ആസ്വദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. രാഷ്ട്രീയം എനിക്കൊരു തൊഴിലല്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. സയൻറ്റിഫിക്കായി തന്നെ കോടതി തെളിയിക്കാനാണ് ഞാൻ മിണ്ടാതിരുന്നത്. കോടതി മുഖാന്തരം വരുമ്പോഴേ അതിനൊരു വിലയുള്ളൂ. നമ്മൾ പത്രക്കാരെ വിളിച്ച് എത്ര സത്യം പറഞ്ഞാലും അവൻ്റെ പക്ഷം ന്യായീകരിച്ച് പറയുന്നു, സ്വയം വാദിക്കുന്നു എന്ന് സമൂഹം വിലയിരുത്തും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് കുറച്ച് വകഞ്ഞ് പുറകിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ചാനലിൻ്റെ പേരും അതിൻ്റെ അവതാരകൻ്റെ പേരും പറയുന്നില്ല. കാരണം ഞാൻ നമ്മുടെ പാലയിലെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇഷ്യൂവിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയനായി നിന്നുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ, ധീരനായ പത്രപ്രവർത്തകനായിരുന്നു, പക്ഷേ വയസ്സായി വരുന്നതുകൊണ്ടായിരിക്കും വളഞ്ഞു പോയത്. അദ്ദേഹം ആ ശങ്കർ മോഹനെ വെളുപ്പിക്കാനായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തു. ശങ്കർ മോഹനെ വിളിച്ചിരുത്തിയിട്ട് അതിനെക്കുറിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്ത ശേഷം എന്നോട് നല്ല ബന്ധമുണ്ടായിരുന്ന ഈ പത്രപ്രവർത്തകൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇപ്പോൾ ഈ ഒന്നാമത് കറുത്ത ശരീരം, അതിൽ കൂടെ ഈ കരിന്തുകൾ കുത്തിയതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം ഇരിക്കുന്നത്. എനിക്ക് ചിരിയാണ് വരാറ്. സൂര്യ ഫിലിം ഫെസ്റ്റിവലിൽ സൂര്യ കൃഷ്ണമൂർത്തിയുടെ വീട്ടിൽ ഗണേശത്തിൽ ജയകുമാർ സാറിൻ്റെ അച്ഛനെക്കുറിച്ചുള്ളൊരു പുസ്തകം, ജയകുമാർ IAS എഴുതിയ പുസ്തക റിലീസിന് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇദ്ദേഹം വരികയാണ്. ഞാൻ അദ്ദേഹത്തെ സ്ഥിരം കാണുന്ന പോലെ ചിരിച്ചു. പക്ഷേ അദ്ദേഹം എന്നെ ഒരു നോട്ടം നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ ദഹിച്ച് വെണ്ണീറായി പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. ആരെ? ഗണേഷ് കുമാറിൻ്റെ ചേച്ചി ഉഷയെ. വിൽപ്പത്രം R ബാലകൃഷ്ണപിള്ളയ്ക്ക് ബോധമില്ലാത്തപ്പോൾ തയ്യാറാക്കിയത് എന്നാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ആകത്തുക. സ്വത്ത് വീതം വയ്പ് വിഷയത്തിൽ സമവായത്തിൽ തീർക്കണമെന്നൊക്കെ ചർച്ചകൾ നടന്നെങ്കിലും വ്യാജ ആരോപണം തെളിയിക്കട്ടെ എന്നതിൽ ആ കാലത്ത് ഗണേശൻ ഉറച്ചു വന്നു.
ബോധമില്ലാത്ത ബാലകൃഷ്ണപിള്ള എന്നും കൊണ്ട് ഒപ്പിടിക്കേണ്ട കാര്യമില്ല. നല്ല ബോധമുള്ള മനുഷ്യനായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടത്. ആർ ബാലകൃഷ്ണപിള്ള ബാങ്ക് ഇടപാടുകൾ നടത്തിയപ്പോൾ ഇട്ടുകൊടുത്ത ഒപ്പുകൾ, മുന്നോക്കക്ഷേമ വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നപ്പോൾ അവിടെ ഇട്ട ഫയലുകളിലിട്ട ഒപ്പുകൾ, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ നോമിനേഷൻ കൊടുക്കാനായിട്ട് അദ്ദേഹം ഇട്ട ഒപ്പുകൾ, ഇവയൊക്കെ ഫോറൻസിക് സംഘം പരിശോധിച്ചു. ഇവകളും വിൽപത്രത്തിലെയും ഒപ്പുകൾ പരിശോധിച്ചാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത് വ്യാജമല്ല. ഗണേശനും ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണനും കൂടി കൃത്രിമം നടത്തി എന്നായിരുന്നു പരാതി. 2017 ബാലകൃഷ്ണപിള്ള സാർ ആദ്യമായിട്ടൊരു വിൽപത്രം എഴുതുന്നത്. അത് അടച്ച വില്ലായിട്ട് കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഈ വില്ലിൽ ഗണേശന് കാര്യമായ ഒന്നും കൊടുത്തിരുന്നില്ല. അന്ന് ഗണേശൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഒരു നിഷേധി എന്നുള്ള രീതിയിൽ അദ്ദേഹം തള്ളിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗണേശന് എനിക്ക് തോന്നുന്നു ഒരു ആനയോ പൂനെയൊക്കെയാണ് ഗണേശൻ എഴുതി വെച്ചത്. ബാക്കി മേജർ വസ്തുവകകൾ ഈ മൂത്ത സഹോദരിയുടെ പേരിൽ, ഉഷയുടെ പേരിലാണ്, ഉഷ ചേച്ചിയുടെ പേരിലാണ് എഴുതി വച്ചിരുന്നത്. അപ്പോൾ പക്ഷേ അതിനൊന്നും ഗണേശൻ പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പ് ചെന്ന് അച്ഛാ എനിക്ക് എന്തെങ്കിലും താച്ചാ, ഞാൻ എന്തെങ്കിലും തെറ്റിയതെങ്കിൽ സോറി അച്ഛാ, ഗണേശൻ പറയില്ല. കാരണം അയാൾ ബാലകൃഷ്ണപിള്ളയുടെ മകനല്ലേ. പക്ഷേ ഈ വില്ലിൽ ഗണേശന് കാര്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ അഭിമുഖത്തിൽ ഉഷ മോഹൻദാസ് പറയുന്നത്. വിൽപ്പത്രം തയ്യാറാക്കാൻ പിള്ളയെ സഹായിച്ച വിശ്വസ്തനായ പ്രഭാകരൻ നായരെ സ്വാധീനിച്ച് ഗണേശൻ വില്ലിലെ രഹസ്യ വിവരങ്ങൾ മനസ്സിലാക്കിയെന്നും തുടർന്ന് ഇളയ സഹോദരിയുമായി ചേർന്ന് പിള്ളയെ സമ്മർദ്ദത്തിലാക്കി പിള്ളയെ കൊണ്ട് ഈ വില്ല് റദ്ദാക്കി പുതിയ വില്ല് എഴുതിച്ചു എന്നുമാണ് 2020 ഉഷ ചേച്ചി കൊടുത്ത പരാതി. അതിൽ തനിക്കൊന്നും ഒരു സ്വത്തും ലഭിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വിൽപത്രം കള്ളത്തരത്തിൽ ഉണ്ടാക്കിയത് എന്ന ആരോപണവുമായി അന്ന് ഉഷ ചേച്ചി ഇറങ്ങിയത്. ഇളയ സഹോദരി ബിന്ദു ചേച്ചിയുടെ നടപടിക്കെതിരെയാണ് നിന്നത്. ഗണേശൻ്റെ കൂടെ വന്നു. ഇത് കള്ളമാണ് പറയുന്നത്, അച്ഛൻ എഴുതിയ വില്ല് എനിക്കറിയാം, അച്ഛൻ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ടും നല്ല ബോധത്തോടെയും നല്ല പ്രായത്തിലും തന്നെയാണ് എഴുതിയതെന്ന് ബിന്ദു പറഞ്ഞു. വാളകത്തെ സ്കൂളിൻ്റെ നിയന്ത്രണം അടക്കം ഗണേശനെ പുതിയ ബില്ലിൽ എഴുതി വച്ചതാണ് ഈ മൂത്ത മകളായ ഉഷ ചേച്ചിയെ ചോടിപ്പിച്ചത്. അപ്പോൾ ഉഷ ചേച്ചി ആ അഭിമുഖത്തിൽ പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ അല്ലേ ഇതെല്ലാം, എല്ലാം തട്ടിപ്പറിച്ച് വെച്ചിരിക്കുകയല്ലേ. എൻ്റെ 10 വയസ്സായ മോന് ക്യാൻസറാണ്, ചികിത്സയ്ക്ക് പോലും കാശെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും കോടീശ്വരനായ ആളിൻ്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് ആ കുട്ടിയുടെ പേരിൽ അച്ഛൻ കരുതി വച്ചിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഗണേശൻ സാർ. ഞാൻ പറയുന്നത് പാളകത്തെവിടെയോ ഒരു റബ്ബർ എസ്റ്റേറ്റ് 150 കോടി രൂപ എന്തോ കിട്ടുന്നത് ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയോ കിലോ സ്വർണ്ണം വിട്ടാണ് കല്യാണം കഴിപ്പിച്ച ഒരു IAS കാരനോട് അയച്ചത്. ഈ മോഹൻദാസ് എന്ന് പറയുന്നത് IAS കാരനാണ്. അത് കഴിഞ്ഞ് അവർക്ക് 2 പെൺമക്കളായപ്പോൾ ആ മക്കൾക്ക് കല്യാണത്തിന് ഇതുപോലെ തന്നെ ഭീമമായ തുക കൊടുക്കുകയും 5 ഏക്കർ വീതം അവർക്കും എഴുതി വെച്ചു. ഒരു IAS കാരൻ്റെ ഭാര്യയ്ക്ക് അവരുടെ മകളെ കല്യാണം കഴിച്ചയച്ചതും ആ ലെവലിലുള്ള ഏതോ ആളിനായിരിക്കാം. പക്ഷേ അവരുടെ മകളുടെ കുട്ടിക്ക് ക്യാൻസർ വന്നപ്പോൾ ചികിത്സിക്കാൻ 10 പൈസ ഇല്ലെന്നാണ് പറയണേ. ഒരു IAS കാരൻ എത്ര രൂപ ഉണ്ടാക്കിയിരിക്കും സർവീസിനിടയിൽ ശമ്പളത്തിൽ നിന്നൊക്കെ? കിമ്പളം പോട്ടെ, കിമ്പളം ഇല്ലയെന്ന് വയ്ക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാസം എത്ര രൂപ പെൻഷൻ കാണും. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഒരു സാധാരണക്കാരിയായാണ് ഈ ഉഷ ചേച്ചി ജനിച്ചിരുന്നതെങ്കിൽ ഇവിടെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോലും കൊണ്ടുപോകാനുള്ള ആട്ടോയ്ക്കുള്ള കാശ് പോലും ഉണ്ടാകുമായിരിക്കില്ല. ഉണ്ടാകാത്ത എത്രയോ പേരുണ്ട്. പക്ഷേ ലണ്ടനിൽ വരെ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് തെളിവൊന്നുമില്ല, എൻ്റെ ഇല്ല. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ 250 കോടി രൂപയുടെ ആസ്തിയുള്ള ചേച്ചി പറയുകയാണ്, കുട്ടിയെ ചികിത്സിക്കാനുള്ള പൈസ പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ അച്ഛനിട്ട പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവതാരകൻ വല്ലാതെ വേദനിപ്പിച്ച, തുറന്നു പറയാതിരിക്കുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉഷ ചേച്ചി പറഞ്ഞു, ഉണ്ട്, അതൊക്കെ പിന്നീട് പറയാം. അപ്പോഴും വിടുന്നില്ല. അത്രയ്ക്ക് വിഷമിപ്പിച്ചതൊക്കെ ഉണ്ട്. എല്ലാം ഉപേക്ഷിക്കാം, ആ വിഷമങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷേ
അച്ഛനെന്നും ഒരു ദുഃഖമായിരുന്നു ആ കുഞ്ഞിൻ്റെ അസുഖം. ഇന്നിപ്പോൾ ക്രിട്ടിക്കൽ അവസ്ഥയിൽ നീങ്ങുന്നു. നിവർത്തി കെട്ടി ചോദിച്ചു, കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് കുറച്ച് കാശ് അമേരിക്കയിൽ ചില സൗകര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്താനാവും. അക്കാര്യം അവതരിപ്പിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്നാണ് ഗണേശൻ പറഞ്ഞത്. എല്ലാ റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിത്തെറിപ്പിച്ച് വച്ചിരിക്കുന്നു. തട്ടിത്തെറിപ്പിക്കുകയോ തട്ടിപ്പറിച്ചോ ഒന്നും വയ്ക്കാൻ ഒക്കില്ല. ബാങ്കിലെ ഒരു റെക്കോർഡും എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഉഷ ചേച്ചി. ഗണേശൻ അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്ന് കൊടുക്കൂ. അല്ലാതെ ഉഷ ചേച്ചിക്ക് കിട്ടേണ്ട കാശ്, ഉഷ ചേച്ചിയുടെ റെക്കോർഡുകൾ ഒന്നും ഗണേശൻ ചെന്ന്, ഇനി മന്ത്രിയായ ഗണേശൻ ചെന്നാൽ പോലും ഒരു ബാങ്കും കൊടുക്കില്ല. പക്ഷേ ഈ അവതാരകൻ അതൊന്നും ചോദിക്കാൻ സമയമില്ല. ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹാനാണ് ആര്? ഗണേശൻ. വലിയ സംഭവമാണ് എന്നൊക്കെ ഒരു പാർട്ടിക്കാരൻ്റെ പ്രസ് റിലീസ് കണ്ടു. അത് ഏത് പാർട്ടിക്കാരനാണ് കൊടുത്തതെന്ന് എനിക്കുണ്ടോ, ഇനി പൂജപ്പുര രാധാകൃഷ്ണനാണോ എന്തോ. ആർ ബാലകൃഷ്ണയുടെ പേരിൽ ചാരിറ്റി ചെയ്യുന്നു അഭിമാനം കൊള്ളുകയും ഒരുപാട് പാവപ്പെട്ടവർക്ക്, ഈ അടുത്ത കാലത്ത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു അമ്മൂമ്മ വളർത്തുന്ന ഒരു പെൺകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളുടെ വലയത്തിൽ നിന്ന് അദ്ദേഹം ഒരു വീട് വെച്ച് കൊടുത്തത് ഞാൻ കണ്ടതാണ് കൊട്ടാരക്കരയിൽ. ഒരുപാട് ചാരിറ്റി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് അമ്മയും സ്പോൺസർമാരും കൂടെ ചേർന്ന് സൗജന്യ വീടുകൾ ഉണ്ടാക്കിയപ്പോൾ വീടില്ലാത്ത നിർധനരായ എത്രയോ പേർക്ക് അദ്ദേഹം വീട് വാങ്ങിക്കൊടുത്താണ്. പക്ഷേ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് ഒരു പാർട്ടിക്കാരൻ്റെ പ്രസ് റിലീസ് എന്നാണ് ചേച്ചി പറയുന്നത്. എന്തെങ്കിലും 10 പൈസ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചൊരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് ചേച്ചി പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത്രയും ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾ ബാലകൃഷ്ണപിള്ളയുടെ ചെറുമകൻ്റെ ചികിത്സയ്ക്കുള്ള പണം തട്ടിപ്പറിച്ചു വച്ചിരിക്കുന്നു. അതാണോ മനുഷ്യത്വം? ഇതാണോ ചാരിറ്റി? എൻ്റെ അച്ഛൻ്റെ അല്ലേ ഇതെല്ലാം? ഉഷ ചേച്ചി, നിങ്ങളിൽ ഈ പറഞ്ഞ MC റോഡിൽ 150 കോടി കിട്ടുന്ന റബ്ബർ എസ്റ്റേറ്റും ബാലകൃഷ്ണ സാറിൻ്റെ അല്ലേ? അപ്പം ഗണേശൻ്റെ മാത്രമല്ലല്ലോ ഇതുള്ളത്. ഈ പണ്ടുള്ളവർ പറയും, കഴിഞ്ഞ ജന്മത്തിൽ ശത്രുവായിരുന്നവർ ഈ ജന്മത്തിൽ പുത്രന്മാരായും പുത്രിമാരായും ജനിക്കുമെന്ന്. എനിക്ക് ഉഷ ചേച്ചി ഇങ്ങനെ വാചകം ചാനലിൽ വന്ന്, ഈ ഇപ്പോൾ പറയുന്ന ഈ വില്ലടക്കം ഏത് കാര്യമാവട്ടെ, ഇവർക്ക് കുടുംബത്തിനകത്ത് സംസാരിച്ച് തീരേണ്ടതല്ലേ? അത് പുറത്തിട്ട് കോടതിയിൽ പോലീസ് കേസും കോടതിയിലൊക്കെ കൊടുത്ത് നാറ്റിച്ചത് ഈ ചേച്ചിയല്ലേ? അതും ബാലകൃഷ്ണ സാർ മരിച്ച് 16ൻ്റെ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് 14 ദിവസമായപ്പോൾ കേസ് കൊടുത്ത ആളാണ്. ഒരച്ഛൻ മരിച്ചാൽ 16ൻ്റെ ചടങ്ങ് വരെയെങ്കിലും നായർ സമുദായത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ 16 വരെയെങ്കിലും ക്ഷമിക്കാനുള്ള ക്ഷമ ചേച്ചിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ അച്ഛൻ്റെ അല്ലേ ഇതെല്ലാം, അത് ഞാൻ അനുഭവിക്കേണ്ടതെന്ന് പറയുന്നത് ഏത് ന്യായത്തിൽ? ഒരുപാട് രക്ഷിക്കുന്നയാൾ സ്വന്തം കുടുംബത്തിലെ സിവിയറായ ക്രിട്ടിക്കലായിരിക്കുന്ന ആ കുഞ്ഞിന് ചികിത്സ നിഷേധിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് എന്ത് മനുഷ്യത്വം? ഒരു മനുഷ്യനാണോ ഇയാൾ? പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ? അവർ മറുപടി പറയട്ടെ എന്നാണ് ചേച്ചി പറയുന്നത്. എനിക്ക് ഉഷ ചേച്ചിയോട് പറയാനുള്ളത്, ഇപ്പോൾ അതൊരു കേരള കോൺഗ്രസിൻ്റെ ഒരു വാല് ചേച്ചി കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ, യഥാർത്ഥ കേരള കോൺഗ്രസ് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കേരള കോൺഗ്രസ്? ഞാൻ പറയുന്നത്, ചാമക്കാലയൊക്കെ മാറ്റിയിട്ട് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഉഷ ചേച്ചി സഹോദരനെതിരെ മത്സരിക്കണമെന്ന് ഞാൻ പറയാം. അവിടെയാണ് ബാലകൃഷ്ണയുടെ മകളെന്ന് തെളിയിക്കാനുള്ളത്. പത്തനാപുരത്ത് നിന്ന് മത്സരിക്കണം ചേച്ചി. 8-10 ചേച്ചി തോക്കും. ചേച്ചി, ഞാൻ പത്തനാപുരത്ത് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. ഗാന്ധി ഭവനിൽ 3 മാസത്തിൽ ഒരിക്കൽ പോകുന്ന ആളാണ്. എനിക്ക് പത്തനാപുരം നിയമമണ്ഡലത്തിൽ ഗണേശൻ്റെ പൾസ് എനിക്കറിയാം. അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്ന്. നിങ്ങൾ ഈ പറയുന്ന ആഭരണങ്ങളൊന്നും ഗണേശന് സൂട്ടബിൾ ആവില്ല. അയാൾ താഴേക്കടയിലുള്ള സാധാരണക്കാരായ ആളുകളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നവർ പത്തനാപുരം വഴി പോവുകയാണെങ്കിൽ ഗണേശൻ്റെ ആ ഒരു നില കെട്ടിടം, ഒരു ഓഫീസും വീടുമായിട്ടൊരു ഒരു നില കെട്ടിടം ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിലെ ഗേറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ പത്തനാപുരം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടതുവശത്ത് ഒരു വശത്ത് ഗണേശനും ഒരു വശത്ത് പിണറായി നിൽക്കുന്ന 2 ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശനിയും ഞായറും അദ്ദേഹം അവിടെ ഓഫീസിൽ കാണും. ബാക്കി ദിവസങ്ങളിലാണ് ഇല്ലാത്തത്. ശനിയും ഞായറും അദ്ദേഹം ഇല്ലാത്തൊരു ദിവസം നിങ്ങൾ ആ ഓഫീസിൽ ചെന്ന് അവിടെ പരാതികളുമായി ആകുലതകളുമായി വരുന്ന ആളുകളോടൊന്ന് സംസാരിച്ച് നോക്ക്. ഈ ഉഷ ചേച്ചി പറയുന്ന എന്തെങ്കിലും ആണോ? പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ? മറുപടി പറയട്ടെ പത്തനാപുരത്തുകാരെന്നൊക്കെ പറഞ്ഞ് വെറുതെ ചേച്ചി, നിങ്ങൾക്കൊന്നും ഒരു തരത്തിലും അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. അത്രയും ജനകീയനാണ് ഗണേശൻ. അപ്പോൾ പത്തനാപുരത്തുള്ളവർ ഇത് കാണുന്നില്ലേ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അവതാരകൻ വളരെ നിർഭാഗ്യകരമാണ് കേട്ടോ. അതായത് സഹോദരനെ തെറി വിളിക്കുന്ന ഈ കാര്യം കേട്ടപ്പോൾ വളരെ നിർഭാഗ്യകരമാണ്. ഇത് പൈസ കൊടുക്കാത്തത് മോശമായി രോഗിക്ക് എന്ന അവതാരകൻ. ആ ഒരൊറ്റ കാര്യത്തിലേ എൻ്റെ സഹോദരനുമായി എതിർപ്പുള്ളൂ.
അല്ലാതെ 1 സെൻറ്റ് സ്ഥലമോ സ്വത്തോ ഒന്നും എനിക്ക് വേണ്ട. ഞങ്ങൾ അപേക്ഷിച്ചു. ഞങ്ങൾ കേസെല്ലാം പിൻവലിക്കാം. കേസെല്ലാം എന്ന് പറയുമ്പം ഈ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ഒരുപാടുണ്ടെന്നല്ലേ ചേച്ചി പറയണേ. ഗണേശന് വേറെ ഭാര്യ, വേറെ പെണ്ണിൽ മക്കളുണ്ടെന്നടക്കം ഒരുപാട് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞ, നുണ പറഞ്ഞ ചേച്ചി ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ വരികയാണ്. ചേച്ചി പറയുന്നത് ഞാൻ അതെല്ലാം പിൻവലിക്കാം, പക്ഷേ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു പൈസ തരില്ല എന്ന് തീർത്ത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഔദാര്യമല്ല, എൻ്റെ അച്ഛൻ്റെ റൈറ്റ്സ്, അവകാശം. ഒരച്ഛൻ്റെ സ്വത്തിന് 3 അവകാശികളാണ്. 2 പേരും അത് വീതിച്ചെടുത്തു. എനിക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? കയ്യിൽ അധികാരവും എന്ന് പറഞ്ഞു അവതാരകൻ, സ്വാധീനവും. ഈ ആരെങ്കിലും വീട്ടുകാർ തമ്മിൽ വഴക്ക് കൂടുകയാണെങ്കിൽ ഇങ്ങനെ നഖമിട്ട് നമ്മൾ പണ്ടുള്ളവരാക്കൂലേ, അതുപോലെ ഈ കയറ്റി കൊടുക്കാൻ എന്തൊരു വിദഗ്ധന്മാരെന്ന് ആലോചിക്കുക. നല്ല മാന്യമായി പത്രപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ ഏഷണി ഇതുപോലുള്ള കൊതിക്കറിവുകളൊക്കെ പറയുന്ന ഇൻ്റർവ്യൂകൾ ചെയ്താണ് പുള്ളി വില കളയുന്നതെന്ന് ഞാൻ പറയും. കാരണം ഒരു സഹോദരനും സഹോദരിയും കൂടെ അച്ഛൻ്റെ സ്വത്തെല്ലാം കൂടെ വീതിച്ചെടുത്തു. എനിക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? കയ്യിൽ അധികാരവും എന്ന് പറഞ്ഞ്, അധികാരവും കൂടി ഉള്ളതുകൊണ്ടാണെന്നോ എന്തോ ചേച്ചി പറയാനുണ്ട്. അധികാരവും എന്ന് പറഞ്ഞത് ഈ അവതാരകൻ, സ്വാധീനവും. അപ്പോൾ ചേച്ചിയുടെ മറുപടി, ദൈവം എന്ന ശക്തിയുടെ മുന്നിൽ ഒരിക്കലും അതിൻ്റെയും ബാക്കി പറയാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ അവതാരകൻ ചാടി വീഴുകയാണ്. അതെ ഇതിനെ ജയിക്കാൻ പറ്റില്ല, ഇതെല്ലാം മാറി വരുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലേ താങ്കൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ചോദിച്ചത്. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ ഈ അവതാരകനൊക്കെ പറഞ്ഞതുപോലെ എല്ലാം വിശ്വസിച്ച് പോയതുകൊണ്ടാണ് ഇപ്പോൾ കോടതി തള്ളിയത്, കള്ള ഒപ്പിട്ടത് എന്ന് പറഞ്ഞ ആ കേസ് തള്ളിയത്. ഇത് കള്ളവൊപ്പല്ല, ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് പറഞ്ഞവൻ ഒപ്പിട്ടാണെന്ന് കോടതി പറഞ്ഞത് ഇപ്പോൾ അതുകൊണ്ടാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും അവതാരകൻ വന്നാൽ വന്നു. എന്തായാലും കേരള രാഷ്ട്രീയം താങ്കളെ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. പൊക്കി വിട്ടു കൊടുക്കാൻ ഒരു നഷ്ടമില്ലല്ലോ അല്ലേ? ഇവരിനി ആ വാളകത്തുള്ള 150 കോടി ഉണ്ടെന്ന് പറയുന്നില്ല, അതിൽ പോലും 10-50 കോടി രൂപയുള്ള വസ്തു വിറ്റ് അടുത്ത ഇലക്ഷനിലായിട്ട് കയറി നിന്ന് കണ്ടവന്മാർ പുട്ടടിച്ചുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് പേടി. എനിക്കെന്തോ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനാണ് തോന്നുന്നത്. കാരണം ഉഷ ചേച്ചിയെ എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ അപ്പോൾ ബാലകൃഷ്ണ സാർ മരിച്ചപ്പോഴും ഗണേശൻ്റെ അമ്മ മരിച്ചപ്പോഴും ഒക്കെ അവിടെ പോയപ്പോൾ ചേച്ചിയെ കണ്ടിരുന്നു, എന്നെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ ഈ വലിയ ആളുകളുമായിട്ടൊന്നും ബന്ധമില്ല. നമ്മൾ അതിലുള്ളതിൽ ഏറ്റവും താഴേക്കിടെയുള്ള ഗണേശനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഞാൻ പറയുന്നത് ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളോട് ഇവരൊക്കെ പറഞ്ഞു തരും, ഈ പത്രക്കാരന്മാരൊക്കെ പറഞ്ഞു തരും ചാടാൻ. ദയവ് ചെയ്ത് ചാടരുത്. അപ്പോൾ അവതാരകൻ പറയുന്നത് വന്നാൽ വന്നു, എന്തായാലും കേരള രാഷ്ട്രീയം താങ്കളെ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം ബാലകൃഷ്ണപിള്ളയുടെ മകൾ തീർച്ചയായും രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെ ശക്തിയോടെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ചേച്ചി. അച്ഛൻ്റെ ആ ഇച്ഛാശക്തിയും എല്ലാം കിട്ടിയിട്ടുണ്ടല്ലേ? ഒരു സംശയം പുള്ളിക്ക്, ബാലകൃഷ്ണ സാറിൻ്റെ ഇച്ഛാശക്തിയൊക്കെ മോക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ സത്യസന്ധതയോടെയും നീതിയോടെയും കൂടി ഈ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകും എന്നാണ് ആ അഭിമുഖത്തിൽ ചേച്ചി പറയുന്നത്. അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല, അതൊക്കെ വിട്ടു. ആ അഭിമുഖം നമ്മൾ വിടുന്നു. മറുനാട് സാജൻ പറയുന്നത് ആവശ്യത്തിലധികം സ്വത്ത് കൊടുത്തു. വിൽപ്പത്രം തയ്യാറാക്കി 1 വർഷം കഴിഞ്ഞാണ് ബാലകൃഷ്ണപിള്ള മരിക്കുന്നത് വരെ ഈ മകൾ മിണ്ടാതിരുന്നു. വിൽപ്പത്രം പുതുക്കി എഴുതി അച്ഛൻ എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ബാലകൃഷ്ണപിള്ള മരിക്കുന്നത് വരെയും മകൾ മിണ്ടാതിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അച്ഛനോട് മിണ്ടിയാൽ വിവരം അറിയുമെന്ന് നന്നായി അറിയാവുന്നതും മൂത്ത മകൾക്കാണല്ലോ. MC റോഡിനരികിൽ സെൻറ്റിന് 10 ലക്ഷം രൂപ കിട്ടാവുന്ന 15 ഏക്കർ സ്ഥലം മൂത്ത മകൾക്ക് നൽകി. ചുരുങ്ങിയത് 150 കോടി രൂപ വില വരും. വിവാഹ സമയത്ത് കോടികളുടെ ആഭരണങ്ങൾ കൊടുത്തുവെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു. ഇവരുടെ 2 പെൺമക്കൾക്കും വിവാഹത്തിന് വലിയ പൊന്ന് നൽകിയതായും പറയുന്നു. മൂത്ത സന്തതി ആയതിനാലും IAS ഭർത്താവ് ഉള്ളതിനാലും കഴിയുന്നത്ര വാങ്ങിയെടുത്തു അത്രേ. ലണ്ടനിൽ പോലും ഉഷയ്ക്ക് ഫ്ലാറ്റ് അടക്കമുണ്ടെന്ന് പത്രങ്ങൾ പറയുന്നു. 15 ഏക്കർ മകൾക്ക് നൽകിയപ്പോൾ അവരുടെ 2 പെൺമക്കൾക്കും 5 ഏക്കർ വീതം പിന്നെയും അപ്പൂപ്പൻ നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഗണേശനോടൊപ്പം നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ടല്ലോ, ബിന്ദു, അവരുടെ ഭർത്താവും IAS കാരനാണ്, ടി ബാലകൃഷ്ണൻ. അച്ഛന് സ്വബോധം നഷ്ടമായപ്പോൾ അനുജനും അനുജത്തിയും കൂടി വിൽപ്പത്രം മാറ്റി എഴുതിച്ചു എന്നാണല്ലോ പരാതി. ഈ വിൽപ്പത്രത്തിൽ ഏറ്റവും നഷ്ടം അനുജത്തി ബിന്ദുവിനാണ് എന്നതാണ് രസകരം. അതൊന്നും ഈ ഉഷ ചേച്ചി പറയുന്നില്ല. അപ്പോൾ അനുജത്തിയും
അനിയനും കൂടി വിൽപ്പത്രം മാറ്റി എഴുതിയെന്നവർ പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ ഈ പുതിയ വിൽപ്പത്രത്തിൽ ഏറ്റവും വലിയ നഷ്ടം ബിന്ദു എന്ന് പറയുന്ന സഹോദരിക്കാണ്. കാരണം ബിന്ദുവിൻ്റെ മകൻ വിഷ്ണു സായി കാനഡയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ അവിടെ വെച്ച് ഫിലിപ്പൈൻകാരിയായ കാനഡയിൽ കുടിയേറിയ അലക്സ ആരാബിറ്റ് എന്ന് പറയുന്ന ക്രൈസ്തവ പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചു എന്നാണ് വിഷ്ണു സായിയുടെ പ്രണയവിവാഹത്തെ ബാലകൃഷ്ണപിള്ള സാർ കാണുന്നത്. ക്രിസ്ത്യാനികൾക്ക് മുൻതൂക്കമുള്ള കേരള കോൺഗ്രസിലെ നേതാവല്ലേ, ഇങ്ങനെ ചിന്തിക്കാമോ എന്നൊന്നും ആരും പിള്ള സാറിനോട് പറയില്ല, പറഞ്ഞാലിട്ട് അദ്ദേഹം കേൾക്കുകയില്ല. കുടുംബത്തിൽ വരുത്തിവെച്ച അപമാന നിമിത്തം എൻ്റെ രണ്ടാമത്തെ മകൾ ബിന്ദു ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ വിഷ്ണു സായിക്ക് ബിന്ദുവിന് നൽകുന്ന വസ്തുവകകളിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ലാത്തതും ഇതിന് വിരുദ്ധമായി വസ്തുക്കൾ ടിയാന് നൽകിയാൽ ആയതിൽ യാതൊരു നിയമസാധ്യതയും സാധുതയും ഇല്ലാത്തതും ഈ വിൽ പ്രകാരം ബിന്ദു ബാലകൃഷ്ണന് നൽകിയിട്ടുള്ള എല്ലാ വസ്തുവകകളും പത്തനാപുരം NSS താലൂക്ക് യൂണിയന് സ്വമേധയാ ലഭിക്കുന്നതുമാകുന്നു. അതായത് വിഷ്ണു സായിക്ക് ബാലകൃഷ്ണപിള്ള സാർ ബിന്ദുവിന് കൊടുത്ത ഏതെങ്കിലും വക വിഷ്ണു സായിയുടെ പേരിൽ എഴുതിയാൽ ആ രജിസ്ട്രേഷൻ എഴുതുന്ന ആ സമയം മുതൽ ആ വസ്തുവകകൾ പത്തനാപുരം NSS താലൂക്ക് യൂണിയന് പോകുമെന്നാണ് ദീർഘദൃഷ്ടിയുള്ള പിള്ള സാർ എഴുതി വെച്ചിരിക്കുന്നത്. പിള്ള സാറിൻ്റെ അവസാന വിൽപ്പത്രം കൃത്രിമമല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് അതാണ്. കാരണം ബിന്ദു കൂടെ ചേർന്നാണ് കൃത്രിമം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പക്ഷേ ബിന്ദുവിനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തിയിരിക്കുന്നത് ഈ വിൽപ്പത്രത്തിൽ. 10 വർഷം ഞാൻ സ്വമേധയാ നൽകുന്ന വസ്തുക്കൾ ബന്ധുക്കൾക്കല്ലാതെ കൈമാറ്റം പാടില്ല എന്നും അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. മരിക്കുന്ന ഒരു ദിവസം മാത്രമാണ് അച്ഛന് ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇളയ മകളായ ബിന്ദു പറയുന്നു. മകൻ്റെ പേരിൽ അവകാശം എഴുതി വെച്ച സ്കൂൾ വേണം എന്നതാണത്രേ ചേച്ചിയുടെ പരാതി. അതിനായി അവർ ഒപ്പിച്ച പണികളിലൊന്ന് രണ്ടാം പിണറായി സർക്കാരിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 വർഷം മന്ത്രിയാകാനിരുന്ന ഗണേശൻ്റെ അവസരം ആദ്യം തട്ടിത്തെറിപ്പിച്ചു. മന്ത്രിയായാൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ താൻ നടത്തുമെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോടും മുഖ്യമന്ത്രിയോടും അറിയിച്ചു. വേറൊരു സ്ത്രീയിൽ കുഞ്ഞുള്ളത് പരസ്യമാക്കുമത്രേ. അതിപ്പോൾ കൊട്ടാരക്കര ഗണപതിക്ക് പോലും അറിയാമെന്ന് ഈ ചേച്ചിക്ക് അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യപ്രതിജ്ഞയുടെ പിറ്റേന്ന് തന്നെ കല്ലുകടി വേണ്ട എന്ന പിണറായി ചിന്തിച്ചു. എന്തിന് നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിലൊരു കല്ലുകടി വേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി. കുടുംബ പ്രശ്നം തീരട്ടെ എന്ന് കരുതി ആന്റണി രാജു സ്വപ്നത്തിൽ പോലും മന്ത്രിയാകുമെന്ന് കരുതാത്ത ആന്റണി രാജുവിന് ആ മന്ത്രിസ്ഥാനം പോയി. 3 തവണ മന്ത്രിയായപ്പോഴും കാലാവധി തികയ്ക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയ ഹതഭാഗ്യനാണ് ഗണേഷ് കുമാർ. കേസിൽപ്പെട്ട അച്ഛന് മന്ത്രിയാകാനായി ആദ്യ ടൈമിൽ രാജിവെച്ചു. ഭാര്യയുടെ കേസിൽ 2ാം തവണ മന്ത്രിസ്ഥാനം പോയി. ചേച്ചി പാര വെച്ച് 3ാം തവണ 2.5 വർഷം പോയി. ഇങ്ങനെ 3 തവണയും അയാൾ 5 വർഷം മന്ത്രിയായി ഇതുവരെ ഇരുന്നില്ല. 3 തവണ ഇരുന്നപ്പോഴും ബാലകൃഷ്ണപിള്ളയുടെ ചലനമറ്റ ശരീരം കാണാൻ വാളകത്ത് വന്നിട്ട് പോകുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് പിണറായി പറഞ്ഞിട്ട് പിരിഞ്ഞതാണ്. അതിലാണ് ചേച്ചി പാര വെച്ചത്. എന്നിട്ടും കിലുക്കത്തിൽ രേവതി പറഞ്ഞ കണക്ക് ഞാൻ ഇത്രേ ചെയ്തുള്ളൂ എന്നാണ് ഉഷ ചേച്ചി പറയുന്നത്. ഈ വിൽപ്പത്ര വിവാദം പോലും ചേച്ചി വിവാദമാക്കിയില്ലായിരുന്നെങ്കിൽ ആരും ചർച്ച ചെയ്യില്ലായിരുന്നു. അച്ഛൻ മരിച്ച് 16 അടിയന്തരം നടക്കും മുമ്പാണ് ചേച്ചി വെടിപൊട്ടിച്ചത്. മകനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നപ്പോൾ സ്കൂളൊക്കെ മൂത്ത മകൾക്കാണ് വില്ലിൽ എഴുതി വെച്ചത്. പാര വന്നതോടെ ഇവിടെയാണ് ഒരു പാര വരുന്നത്. അച്ഛന് ക്ഷീണമായപ്പോൾ ഒരു മകൻ എന്ന നിലയിൽ 2 വർഷക്കാലം ഗണേശൻ കൃത്യമായി ഒരു മകൻ്റെ കൃത്യനിർവഹണങ്ങൾ നടത്തി. ഒരു അച്ഛൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തു കൊടുത്തു. അച്ഛനെ പരിചരിച്ചു. ഇവിടെ ചേച്ചിക്ക് ആ അപകടം മണത്തില്ല, അതാണ് സത്യം. തന്നെ പോലെ തന്നെ തൻ്റെ മകനും വാശിക്കാരനും തന്നിഷ്ടക്കാരനും ആരുടെ മുന്നിലും തലകുനിക്കാത്തവനുമാണെന്ന്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും തൻ്റെ ശരികളിൽ തലയുയർത്തി ജീവിക്കുന്നവനാണെന്നും പിള്ള സാറിന് അപ്പോഴായിരിക്കണം അടുത്തറിയാനായത്. ഈ 2 വർഷത്തെ അനുഭവങ്ങളിൽ താൻ ചെയ്തതിൽ പലതും പിശകുകളുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കാം. ഒരു പക്ഷേ ഗണേശൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ തഞ്ചത്തിൽ പലതും പറഞ്ഞ് വിൽപ്പത്രം മാറ്റി എഴുതാൻ ചിലപ്പോൾ സമ്മതിക്കില്ലായിരുന്നു. അമ്മ മരിച്ചതും ചേച്ചിക്ക് പാരയായി. ഒരു സുപ്രഭാതത്തിൽ പിള്ള സാറ് വിൽപ്പത്രം മാറ്റി എഴുതി. ആദ്യത്തേത് അസാധുവാക്കി. എൻ്റെ ചെറുക്കന് ഇഷ്ടമായിരുന്ന പലതും മാടമ്പിയായിരുന്ന് ഞാൻ തട്ടുമാറ്റിയെന്ന് വന്ധ്യവയോധികനായി ആരോഗ്യം ക്ഷയിച്ച് വീട്ടിൽ കഴിയുന്ന പിള്ള സാറിന് ഒരു വീണ്ടും വിചാരം ചിലപ്പോൾ വന്നിരിക്കാം. ഗണേശൻ്റെ ഒരുപാട് സ്വകാര്യ ഇഷ്ടങ്ങൾ തട്ടിത്തെറിപ്പിച്ച ആളാണ് പിള്ള സാറെന്ന് എനിക്കറിയാം. മരിക്കും മുമ്പ് അവനോട് നീതി പുലർത്തണം.
അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വന്നിരിക്കാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു തീരുമാനമെടുത്തത്. എനിക്കും കൂടി അവകാശപ്പെട്ടതൊക്കെ എത്ര കിട്ടിയാലും മതി വരാതെ ചേച്ചിക്ക് എഴുതി വെച്ചു എന്നറിഞ്ഞിട്ടും എനിക്കത് വേണം ഇത് വേണം ആന വേണം പൂന വേണം ഒന്നും ഗണേശൻ അച്ഛനെ ശല്യപ്പെടുത്തിയിട്ടേ ഇല്ല. കാരണം ആർ ബാലകൃഷ്ണപിള്ള എന്ന കീഴിട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണപിള്ളയുടെ മകനല്ലേ ഗണേശൻ. ബാലകൃഷ്ണപിള്ള വില്ല് മാറ്റി എഴുതി, രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ നടത്തി അവിടെ വച്ചു. ചേച്ചി കേസിന് പോയി. സ്വബോധമില്ലാത്ത സമയത്ത് സഹോദരനും സഹോദരിയും കൂടി വ്യാജ ഒപ്പിട്ട് മാറ്റിയതാണെന്ന് ഈ പുതിയ വിൽപത്രമെന്നാണ് അവർ കൊടുത്ത പരാതി. ഫോറൻസിക് പരിശോധനയിൽ ബാലകൃഷ്ണപിള്ള എന്ന ആണൊരുത്തൻ്റെ ഒപ്പ് മറ്റൊരാളിന് വ്യാജമായി ഇടാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സത്യം പുറപ്പെടാനായി ഷട്ടിടുമ്പോഴേക്കും അസത്യം കിലോമീറ്റർ കണക്കുകൾ താണ്ടിയിരിക്കുമെന്ന് പറയും പോലെ ഗണേശന് പണിത പാരയുടെ മുനയല്ല, എല്ലാ മുനയും ഒടിഞ്ഞു എന്ന് മാത്രമല്ല കണ്ടം തുണ്ടമായി ഒടിഞ്ഞുപോയി എന്നുള്ളതാണ് ഈ വിധിയിൽ നിന്ന് വരുന്നത്. ഇനി അടുത്ത് ഉഷ ചേച്ചി ഏത് കളിയാണ് കളിക്കാൻ പോകണമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് ലാഭത്തിലേക്ക് പോകുന്നു. നല്ല മന്ത്രിയല്ലേ അദ്ദേഹം. എനിക്ക് ആകെ ഒരു പ്രയാസം, അദ്ദേഹത്തിന് സിനിമ കൂടെ കൊടുത്തില്ലല്ലോ. സാംസ്കാരിക വകുപ്പ് കൊടുത്തില്ലെങ്കിലും സിനിമ കൂടെ കൊടുത്തിരുന്നെങ്കിൽ എവിടെ എത്തിച്ചേനെ സിനിമയെ. പോട്ടെ, എന്തായാലും ഇനി ഒരു കഷ്ടിച്ച് 1.5 വർഷമല്ലേ ഉള്ളൂ. ആ 1.5 വർഷം കൂടി നല്ല മന്ത്രിയായിട്ട്, മാതൃകാ മന്ത്രിയായിട്ട്, പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ മന്ത്രിയായിട്ട് ഗണേശൻ ഇനിയുള്ള കാലവും ഭരിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് വിജയ ആശംസകൾ നേർന്നുകൊണ്ട്, എനിക്ക് പരിചയമില്ലെങ്കിലും ഞാൻ പറയുന്നു, ഉഷ ചേച്ചി ഒരു ആൺതരിയല്ലേ, നിങ്ങളുടെ ഏറ്റവും ഇളയതായിട്ട് പറഞ്ഞ നിങ്ങളെ അനിയനായിട്ട് പറഞ്ഞതല്ലേ, എന്തിനാ അയാളെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നു? അയാൾക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിരിക്കാം, പക്ഷേ അയാൾ കള്ള ഒപ്പിട്ട്, അച്ഛൻ്റെ കള്ള ഒപ്പിട്ട് ചേച്ചിയുടെ വസ്തു അടിച്ചു മാറ്റുന്ന ഒരു മനുഷ്യനെന്നൊക്കെ ചേച്ചി കേസ് കൊടുത്തതിന് കടന്ന കൈയായിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് ധനം ഉണ്ടാക്കി വെച്ചാൽ ഇതൊക്കെയാണ് പ്രശ്നമെന്ന് ഇവിടുത്തെ ധനാഢ്യന്മാർ മനസ്സിലാക്കട്ടെ, ഇതൊരു സൂചനയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കാരണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള പോരുകൾ നടത്തും. അതിനുള്ള ഇട വരുത്താതെ മരിക്കുന്നതിന് മുമ്പേ കൃത്യമായി ഇത് നിനക്ക് ഇത് നിനക്ക് ഇത് നിനക്കെന്ന് എഴുതി വയ്ക്കണം എന്ന് എല്ലാവരും സൂചിപ്പിക്കുന്നതാണ് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മക്കൾ തമ്മിലുള്ള ഈ പ്രശ്നം. എന്തായാലും എൻ്റെ സുഹൃത്തായ ഗണേശൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഗണേശന് വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.